ബ്രൂവറിയിൽ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുകയാണ്. CK വിജയൻ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. CK, ഇന്നലെ വൈകിട്ട് MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയതാണ്. അതിൽ മറുപടിക്കപ്പുറം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്തിന് ടെൻഡറിന്റെ ആവശ്യമില്ല, ഒരു കമ്പനിക്ക് ബിസിനസ് ഇവിടെ ആരംഭിക്കാൻ ടെൻഡറിന്റെ ആവശ്യമില്ല, ഭൂഗർഭജലം ഉപയോഗിക്കില്ല, ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തത വരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയാണ്? ഇന്ന് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഉന്നയിച്ച വിഷയങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ ആദ്യം VD സതീശൻ പറഞ്ഞ കാര്യമാണ് നമുക്ക് നോക്കാം. പറഞ്ഞതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം K കവിത അവർ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത്, അവർ എവിടെയാണ് താമസിച്ചത്, അവരുടെ മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അത്തരത്തിൽ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി എന്ന പേരിൽ ED ഉൾപ്പെടെ അന്വേഷണം നടത്തുകയും കേസിൽ പ്രതിയാവുകയും ജയിലിലടക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ എന്തിനാണ് കേരളത്തിൽ വന്നത്, അവർ എവിടെയാണ് താമസിച്ചത് എന്നാണ് VD സതീശൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് അവർ ഇവിടെ വന്നത് ഇത്തരത്തിൽ എന്തോ ഒരു ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് CPM-ന്റെ ഏതോ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അവർ താമസിച്ചിട്ട് ഉണ്ട് എന്നാണ്. ഇത് ആ താമസ സ്ഥലം എവിടെയാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് കണ്ടുപിടിക്കാനാണ് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ മദ്യനയം തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഒയാസിസ് കമ്പനിക്ക് അറിയാമായിരുന്നു എന്നാണ്. അതായത് അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയടക്കം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് മദ്യനയം വരുന്നതിന് മുൻപ് തന്നെ പാലക്കാട് അവർ സ്ഥലം വാങ്ങിയിരിക്കുന്നു, അവർ ഈ ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അത് ഈ മന്ത്രിസഭയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോഴെല്ലാം തന്നെ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഒരു പ്ലാൻ ഉണ്ട് എന്നതാണ് VD സതീശനായാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയായാലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആകത്തുക. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.